വയനാട്ടിൽ UDF ചെയ്തത് വഞ്ചനയാണെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ് പറഞ്ഞു. സ്ത്രീ സമത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത് BJP ആണെന്നും വനിതാ പ്രതികൾ നിർത്തിയത് NDA ആണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായി നടത്താനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ യോഗ പ്രോത്സാഹിപ്പിക്കാൻ, യോഗ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് BJP ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്. ഒരു കാര്യം കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത്, കേരളത്തിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി യോഗയെ മാറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ കുഞ്ഞുങ്ങളുടെ ശാരീരികമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യവും രണ്ടും മെച്ചപ്പെടുത്താൻ ഈ യോഗ കൊണ്ട് സാധിക്കും എന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് മാത്രമല്ല, പിഞ്ചു കുട്ടികളിൽ വളരുന്ന പുതിയ തലമുറയിൽ മൂല്യബോധം സൃഷ്ടിക്കാനും ഈ യോഗ കൊണ്ട് സാധിക്കും. 10ാം അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഗവൺമെൻറ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ, സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് കാണിച്ചത്, UDF കാണിച്ചത് വയനാട്ടിലെ ജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നു. അല്ല, ഞങ്ങളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയത് BJPയും NDAയും. കോൺഗ്രസും അതേപോലെ തന്നെ UDFും ആകെ ഒരിടത്ത് മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, ഞങ്ങളെ പാർട്ടിയുടെ പ്രവർത്തനത്തിലും അത് കാണിക്കാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് ആണ് അക്കാര്യത്തിൽ പിന്നോട്ട് പോയത്. അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടി. അത് ഞങ്ങൾ ആരാണ് സ്ഥാനാർത്ഥി, വനിതയാണോ സ്ഥാനാർത്ഥി, പുരുഷനാണോ സ്ഥാനാർത്ഥി, ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ സൂചിപ്പിച്ചല്ലോ, BJPയുടെ നേതൃയോഗവും NDA നേതൃയോഗവും ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഈ വയനാട് നേരത്തെ BJP വലിയൊരു പ്രാധാന്യം നൽകിയാണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ അവിടെ കളത്തിലിറക്കി. ദേശീയ നേതൃത്വം തന്നെ അത്ര പ്രാധാന്യം നൽകി. അത്തരമൊരു പ്രാധാന്യം പ്രിയങ്ക മത്സരിക്കുമ്പോൾ നൽകുമോ എന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ വയനാട് ഉൾപ്പെടെ എല്ലാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും ഞങ്ങൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. കണ്ണൂരിൽ രാഷ്ട്രീയത്തിനൊരു അവസാനം, കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം കഴിഞ്ഞ ദിവസം വയോധിക തരത്തിൽ പൊട്ടിപ്പറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെ, മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ തോൽവി, ദയനീയമായ തോൽവി മറച്ചു വെക്കാൻ അവർ അണിയറയിൽ അക്രമത്തിന് കോപ്പ് കൂട്ടുകയാണോ എന്ന് സംശയിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ എരഞ്ഞോളി പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള സ്ഫോടനവും ഒരു നിരപരാധി മരിക്കാനിടയായ സാഹചര്യം. കാരണം ഈ ഒരൊറ്റ ബോംബ് മാത്രമായിരുന്നില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണിത്.